പറയാനേ സമയമുള്ളൂ. എന്നാലും ഞങ്ങളുടെ ഇത്രയും വലിയ നേതാക്കന്മാരെ ഒന്നും പറയാതെ പോകുന്നത് മോശമല്ലേ? അതുകൊണ്ട് ശരചന്ദ്ര പ്രസാദ് അവർക്കും അതോടൊപ്പം തന്നെ ഞാൻ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഇനി യുവജനങ്ങളുടെ ശബ്ദമാണ് മിസ്സിസ് ഷാഫി പറമ്പിൽ, മാത്യു കുടനാടൻ അവர்களுം. നമുക്കറിയാം, യുവജനങ്ങളുടെ ശബ്ദം ധാരാളം മുഴങ്ങി കേൾക്കട്ടെ, ഒരുപാട് ആയുസ്സും ആരോഗ്യം ദൈവം തരട്ടെ എന്ന് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇനി ഇവിടെ സാംസ്കാരിക രംഗത്തും കല, എഴുത്തുകാരി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മാന്യ ഏകമുണ്ട് മിസ്സിസ് റോസ്മേരി അവർ. നേരത്തെ ഞങ്ങൾ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഏറെ നന്നായി അറിയാം. സാംസ്കാരിക രംഗത്തും കവയത്രി രംഗത്തുമൊക്കെ പ്രഗത്ഭയായിരിക്കുന്ന അവർക്ക് ഞങ്ങൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിൽ അതുപഴിഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. ഇനി പാലോട് രവി സാർ, വിഷ്ണുനാഥൻ, ഷാഫി, ശരചന്ദ്ര പ്രസാദ് അവർ, മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രവർത്തകര്, അങ്ങനെ എല്ലാവർക്കും ഈ അവസരത്തില് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിൽ VS ശിവകുമാർ സാറിനെ ഞാൻ പറഞ്ഞില്ല. സാറ് നിരവധി തവണ ഇവിടെ വരികയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും അതോടൊപ്പം ഞങ്ങള് മഴ നനഞ്ഞു നിൽക്കുന്ന ആന്ന് പിറ്റേന്ന് തന്നെ സാർ ഇവിടെ വന്ന് ഞങ്ങളെ വളരെയേറെ അമ്മമാരെയും സഹോദരിമാരെയും പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടുന്ന വളവും വെള്ളവും നൽകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത അദ്ദേഹമാണ്. മുൻ ആരോഗ്യമന്ത്രിയാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട, സോറി സാർ, ഞാൻ ആദ്യം പറയാൻ മറന്നതല്ല. ഞങ്ങൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മാന്യ വ്യക്തിത്വങ്ങൾക്കും, മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകർക്കും, സാമൂഹ്യ പ്രവർത്തകർക്കും, എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും, പ്രിയപ്പെട്ട ഈ പ്രവർത്തനങ്ങൾ ഒരുപാട് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്റെ ചോരയും നീരും വെള്ളമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മിനി അവർക്കും എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നമ്മൾ ഈ പരിപാടി ഉദ്ദേശിക്കുന്നത് 100 പന്തങ്ങൾ തെളിയിക്കാനുള്ളത്. റോസ്മേരി ടീച്ചറാണ് ആ പന്തം വിളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ധാരാളം ആളുകൾ, സത്യത്തിൽ എല്ലാവരും പ്രസംഗിക്കേണ്ടതൊരു ആണ്, പക്ഷെ അതിനുള്ളൊരു സാവകാശമില്ല. എന്താണെങ്കിലും